ആർഎസ്എസ് ജമാഅത്തെ ഇസ്ലാമി ചർച്ചയിൽ അതൃപ്തിയുമായി സമസ്ത. സമുദായത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായ നിലപാടെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടേതെന്ന് സമസ്ത വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് കാപട്യമെന്നും സമസ്ത ആരോപിക്കുന്നു. എന്നാൽ ആർഎസ്എസുമായുള്ള ഭിന്നത കുറയ്ക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശദീകരിക്കുന്നു. അശ്വിൻ വല്ലത്ത് ചേരുന്നുണ്ട്. അശ്വിൻ, കഴിഞ്ഞ ദിവസമാണ് നേരത്തെ നടത്തിയിരുന്ന ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ജമാഅത്തെയും ആർഎസ്എസും നടത്തിയിരുന്ന ചർച്ചയെക്കുറിച്ചുള്ള വാർത്തകളും റിപ്പോർട്ടുകളും വന്നു തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ സമസ്ത ഇതിനെതിരായി രംഗത്തെത്തിയിരിക്കുന്നു. ഈ മതേതര മൂല്യങ്ങളെല്ലാം ദുർബലപ്പെടുത്തുന്നതാണ് ഈ നീക്കം എന്നുള്ള തരത്തിലാണ് സമസ്ത പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ വിമർശനങ്ങളാണ് സമസ്ത ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അപർണ, സമസ്ത ഉൾപ്പെടെയുള്ള മറ്റു മുസ്ലിം സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ആർഎസ്എസുമായി നടത്തിയ ചർച്ചയിൽ വലിയ വിമർശനങ്ങളുണ്ട്. അതിന് കാരണം പൊതുവെ ഇത്തരത്തിൽ ആർഎസ്എസ് നേതാക്കളോ സംഘപരിവാർ നേതാക്കളോ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ വേദിയിലെത്തിയാൽ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന സംഘടനയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും പ്രവർത്തകരും വലിയ തോതിലുള്ള വിമർശനങ്ങൾ, ഏറ്റവും അടുത്ത് മുജാഹിദ് സമ്മേളന വേദിയിൽ PS ശ്രീധരൻ പിള്ള എത്തിയപ്പോൾ ഉൾപ്പെടെ ഈ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെ ആർഎസ്എസുമായി ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നു, ആർഎസ്എസുമായി ചർച്ച നടത്തുന്നു. അത് ചർച്ച അവസാനിച്ചിട്ടില്ല, അതൊരു തുടർ പ്രക്രിയയാണെന്നൊക്കെ ആ സംഘടനയുടെ നാഷണൽ സെക്രട്ടറി ജനറൽ തന്നെ വ്യക്തമാക്കുന്നു. തുടർച്ചയായ ചർച്ചകളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ആർഎസ്എസുമായി ചർച്ചകളിലേക്ക് പോകുന്നു. ഈ സാഹചര്യത്തിലാണ് സമസ്തയുടെ നേതാക്കൾ സത്താർ പന്തല്ലൂർ ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തുന്നത്. സത്താർ ആരോപിക്കുന്നത് സമുദായത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ചകൾ എന്നുള്ള നിലയ്ക്കാണ് വിമർശനം വരുന്നത്. പൊതുവെ സത്താർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് ആർഎസ്എസുമായി ചർച്ച നടത്തിയത് കൊണ്ട് എന്ത് കാര്യം, എന്താണ് ജമാഅത്തെ ഇസ്ലാമി നേടിയത് എന്ന ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. മാത്രമല്ല ഇത് ഇരട്ടത്താപ്പാണെന്നും പൊതുവെ മറ്റു സംഘടനകളുടെ വേദികളിൽ ഈ പറയുന്നത് പോലെ സംഘപരിവാർ നേതാക്കൾ എത്തുന്ന സമയത്ത് വലിയ വിമർശനം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് ആർഎസ്എസുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. അത് ഇരട്ടത്താപ്പാണ് എന്നുള്ള വിമർശനവും കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ മതസംഘടനകൾ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയത്തിൽ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. KT ജലീൽ ഇന്നലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒക്കെയായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഈ ചർച്ചയിലൂടെ നേടിയത് എന്താണെന്ന് വ്യക്തമാക്കണം, എന്തുറപ്പുകളാണ് ഈ ചർച്ച എന്ന് വ്യക്തമാക്കണം തുടങ്ങിയ അതാണ് ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ BJP എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുന്ന ആർഎസ്എസുമായാണ് ചർച്ച നടത്തിയത്. അപ്പം സ്വാഭാവികമായിട്ടും ജമാഅത്തെ കൃത്യമായൊരു മറുപടി പറയണ്ടേ? അങ്ങനെ മറുപടി ഇല്ലാതെ മുന്നോട്ട് പോകാനാവുമോ? അത്തരത്തിൽ തുറന്ന ടി ആരിഫ് അലിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കടക്കുന്നില്ല. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു പത്രസമ്മേളനത്തിനോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു തുറന്ന സംസാരത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വരുന്നില്ല എന്നതും വളരെ പ്രധാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളാരും അത്തരം പ്രതികരണങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ജനുവരി 14 ഈ ചർച്ച നടക്കുന്നത്. RSS നേതാക്കളുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുത്ത 4 നേതാക്കൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മാത്രമായിരുന്നില്ല, മറ്റ് 4 സംഘടനകൾ കൂടി ഇതിലുണ്ടായിരുന്നു. അജ്മീർ ദർഗ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിമർശനം ശക്തമായതോടെയാണ് ഒരു ദേശീയ പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ടി ആരിഫ് അലി ഈ തരത്തിൽ ഒരു ചർച്ച നടത്തുമെന്നും ആ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നൊക്കെയുള്ള തരത്തിലേക്ക് ടി ആരിഫ് അലി ഇത് ചർച്ചയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അതിൽ തന്നെ ആരിഫ് അലി പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ നാഷണൽ സെക്രട്ടറി ജനറൽ ആണ് ടി ആരിഫ് അലി, മുൻ കേരള അമീറുമാണ്. അദ്ദേഹം പറയുന്നത് RSSുമായി ഇങ്ങനെയുള്ള ചർച്ചകൾ അനിവാര്യമാണ്. കാരണം ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് RSS ആണ്. അതുകൊണ്ട് RSSുമായി ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയായിരുന്നു പ്രതികരണം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ഞാൻ അശ്വിനിലേക്ക് തിരിച്ചു വരാം. വിഷയത്തിൽ MK മുനീർ പ്രതികരിച്ചിട്ടുണ്ട്. ജമാഅത്തെ RSS ചർച്ചയിൽ വിമർശനവുമായി ലീഗ്, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർ RSS നേതാക്കളുമായി ചർച്ച നടത്തുന്നത് അപകടകരമാണെന്നാണ് MK മുനീർ പറയുന്നത്. മതേതര മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും മുനീർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ അടുത്ത് പോയതിന് നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ ജമാഅത്തിന്റെ ഒരു മെമ്പറുമല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അവരുടെ ഐഡിയോളജിയുമായും ഞാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല. ആ നിലയ്ക്ക് ഞാൻ അതിന് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ അസ്പൃശ്യമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്.
അതായത് മതേതര നിലപാടുകളെ ദുർബലപ്പെടുത്തുന്നതാണ് ഈ നടപടി എന്നാണ്. അല്ല, ഞാൻ എന്റേതിന് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. ഞാൻ എന്റെ കാര്യം പറയുന്നത്. പറഞ്ഞത് മതേതര നിലപാടുകളെ, അതിനുള്ള പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തും. ഏത് മുരളീധരൻ? അല്ല, മുരളീധരൻ പറഞ്ഞതും പിന്നെ മുരളീധരന്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. മതേതര വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് RSSുമായി ഒരു സന്ധി സംഭാഷണമോ അല്ലെങ്കിൽ പിന്നെ ഒരു മീഡിയേഷൻ ചർച്ചയോ ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ട് മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഏത് പ്രസ്ഥാനമായാലും ആ പ്രസ്ഥാനമൊക്കെ തന്നെ, അതിലെ എല്ലാ പ്രസ്ഥാനവും ഇത്തരത്തിലുള്ള അവരുമായി ചേർന്ന് സംസാരിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. അശ്വിൻ വല്ലത്ത് വീണ്ടും ചേരുന്നുണ്ട്. അശ്വിൻ, ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ സമസ്തയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വലിയ എതിർപ്പാണ്. വിശ്വാസ ഇല്ലെങ്കിൽ സമുദായ വഞ്ചനയാണ് എന്നുള്ള ആരോപണവും വരുന്നുണ്ട്. അശ്വിനിലേക്ക് തിരിച്ചെത്താം. KT ജലീൽ MLA കൂടി ചേരുന്നുണ്ട്. ശ്രീ ജലീലിലൂടെ സ്വാഭാവികമായും സംശയമുയരും. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ പല വിഷയങ്ങളുണ്ട്. പൗരത്വ നിയമം മരവിപ്പിക്കാമെന്ന ഉറപ്പ് കിട്ടിയോ എന്നുള്ളത്, മുത്തലാഖ്, കാശ്മീർ, അതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് RSSുമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടിക്കാഴ്ച നടക്കുന്നത്. വിഷയത്തിൽ ഇപ്പോൾ സമസ്ത വലിയ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് നടക്കുന്നത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, RSS ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടിയല്ല. ഭരിക്കുന്ന പാർട്ടി BJPയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടോ ആഭ്യന്തരമന്ത്രിയുമായിട്ടോ ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ സംസാരിച്ചിരുന്നത് എങ്കിൽ അതിലൊരു ന്യായമുണ്ടായിരുന്നു. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. RSSുമായി ഇവർ എന്തർത്ഥത്തിലാണ് ചർച്ച നടത്തുന്നത്? RSS ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തന്നെ ഹിന്ദു രാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ RSS ശ്രമിക്കുന്നത് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ RSSുമായിട്ട് സംസാരിച്ചത്? ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഭരണകർത്താക്കളോടാണ്, BJPയോടാണ്, BJPയുടെ നേതാക്കളോടാണ്. പക്ഷേ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് RSS ആണ് എന്നതുകൊണ്ടാണെന്നാണല്ലോ ആരിഫ് അലി പറഞ്ഞത്. ആരാ അത് പറഞ്ഞത് അവരോട്? ഇന്ത്യയിലെ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് RSS ആണ് എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടോ? അത് BJP അംഗീകരിക്കോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അംഗീകരിക്കോ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അംഗീകരിക്കോ? അവരുടെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവര് RSSുമായിട്ട് ചർച്ച നടത്തി. RSSുമായിട്ട് അവര് ചർച്ച നടത്തേണ്ടത് മതപരമായിട്ടുള്ള വിഷയങ്ങളാണ്, അല്ലാതെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഭരണകർത്താക്കളുമായിട്ടല്ലേ ചർച്ച നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇനി മുതൽ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ RSS നേതാക്കന്മാരുമായിട്ട് നാഗ്പൂരിൽ വെച്ച് സംസാരിക്കാം. അതല്ലേ ചെയ്യേണ്ടത്? ഇപ്പൊ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇന്ത്യ ഗവൺമെന്റിനോട് വല്ല വിയോജിപ്പുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടല്ല നമ്മൾ പറയേണ്ടത്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ കണ്ടല്ല ബോധിപ്പിക്കേണ്ടത്, കേന്ദ്രമന്ത്രിമാരെ കണ്ടല്ല. മോഹൻ ഭാഗവത്തിനെ നാഗ്പൂരിൽ പോയിട്ട് RSSന്റെ ആസ്ഥാനത്ത് ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുക, ഇതാണോ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയും RSSും തമ്മിൽ നടന്ന ചർച്ചയുടെ ഉള്ളടക്കം? വളരെ വിചിത്രമായ ഒരു കാര്യം കൂടി അവർ ഈ കാര്യത്തിൽ, അതായത് ഇന്ത്യൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് RSS എന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടെ മറ്റൊരു കാരണമുള്ളത് RSS ഉയർത്തിവിട്ട സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം, ഇല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം, ആൾക്കൂട്ടക്കൊല, വംശഹത്യ, ഇതിന്റെയൊക്കെ കാരണം അത് സംസാരിക്കേണ്ടത് RSSനോട് തന്നെയാണ് എന്നുള്ളൊരു വാദവുമുണ്ട്. RSSന്റെ നേതാക്കന്മാര് അത് അംഗീകരിക്കുമെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. RSS ആണ് ഈ രാജ്യത്ത് ഇതൊക്കെ നടത്തിയത് എന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും അത് RSS അംഗീകരിക്കോ? അങ്ങനെ RSS അത് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് RSS ചർച്ചയ്ക്ക് സന്നദ്ധമായത്? ആ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ടത് RSSന്റെ നേതാക്കന്മാരാണ്. ജമാഅത്തെ ഇസ്ലാമി RSSുമായിട്ട് സംസാരിച്ചത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അത് RSS സ്വയം ഏറ്റെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ അതൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സംസാരിച്ചത് എന്നുള്ള കാര്യത്തിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടത് RSS ആണ്. അതവർ വെളിപ്പെടുത്തട്ടെ. അങ്ങനെയല്ലേ വേണ്ടത്? പുരോഗമന നാടകം എന്ന് വിളിക്കാൻ സാധിക്കുമോ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നീങ്ങിയിരിക്കുന്ന ഒരു നീക്കത്തെ? ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഇപ്പൊ ഭയപ്പെട്ടിരിക്കുകയാണ്. മീഡിയ വണ്ണിന്റെ നിരോധനത്തെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കളും അവരുടെ സ്വത്തൊക്കെ അവരുടെ
മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ പേരിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം വരെ ഉയർന്നു വരുന്നുണ്ട്. കാരണം അവർ ED ഭയപ്പെടുന്നു. അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനങ്ങളിൽ, അവരുടെ മറ്റ് കേന്ദ്രങ്ങളിൽ. ശരി, ശ്രീ KT ജലീൽ ഒന്ന് തുടരാമോ? താങ്കൾ പറഞ്ഞ ഭയം. അബ്ദുള്ള കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുള്ള, ആ ഭയത്തിൽ നിന്നാണോ RSSുമായിട്ടുള്ള ചർച്ചയ്ക്ക് ജമാഅത്തെ പോയത്? ഭയം തീരെയില്ല എന്നൊന്ന് പറഞ്ഞുകൂടാ. ഭയപ്പെടാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. KT ജലീൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ ചാനലിനെതിരെ വിചാരിക്കാത്ത രീതിയിൽ നടപടി വന്നു. തൽക്കാലം അത് ഒരു സ്റ്റേയിൽ നിൽക്കാം, എന്തായിരിക്കും വിധി എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഈ വിഷയത്തില് RSS ആണ് മുൻകൈ എടുത്തത്. RSS മുൻകൈ എടുത്ത് ഒരു 10-14 മുസ്ലിം സംഘടനകളെ ഒന്നിച്ചിരിക്കുക സംസാരിച്ചത്. അപ്പൊ അത് ജമാഅത്തെ ഇസ്ലാമിനെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്ത് അവർ ചെയ്ത് തെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സൂക്ഷ്മത കുറവ് വരും. ഞാൻ കരുതുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് ഇത് നടന്നതെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ചില ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് RSSന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറയാം. അങ്ങനെ പശ്ചാത്തലമില്ല. പക്ഷെ 2024 എന്നത് യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് വരാനും പോകുന്നുണ്ട്. അപ്പൊ മുസ്ലിങ്ങളുടെ നേരെയുള്ള സമീപനത്തില് ഒരു മൃദു നിലപാട് ഞങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക RSSന്റെ ലക്ഷ്യമായിരിക്കും. പക്ഷെ അതില് യഥാർത്ഥത്തിൽ ആ യുദ്ധത്തില് BJP അല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവരുടെ ആടോ ഒട്ടകമോ ഇല്ലാത്ത ഒരു യുദ്ധമായിരിക്കുമല്ലോ ആ തെരഞ്ഞെടുപ്പ്. അപ്പോ കൃത്യമായും RSSന്റെ താല്പര്യത്തിനനുസൃതമായ ഒരു സംഭാഷണം, അല്ലെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഒന്ന് ഉദാഹരണമായിട്ട് ഇപ്പൊ ബുൾഡോസറുകൾ കൊണ്ടുവന്നിട്ട് ഈ ജമ്മു കാശ്മീരിൽ അനധികൃത സ്വത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് തകർക്കുന്നു. ആസാമില് വിവാഹം സമയത്തിന് വിവാഹപ്രായമാവുന്നതിന് മുമ്പ് നടത്തുന്ന വിവാഹങ്ങളൊക്കെ പോസ്കോ വിവാഹങ്ങളായി മുദ്രകുത്തപ്പെടുന്നു. അവിടെ ഒരു 600-ൽ പരം മദ്രസകൾ തകർത്തു. UP-യിൽ ദൈവബന്ധ് സ്ഥാപനങ്ങളടക്കം അടച്ചുപൂട്ടലിന്റെ പക്ഷേ ശ്രീ അബ്ദുള്ള, അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ലക്ഷ്യമില്ല എന്നാണ് ഔദ്യോഗികമായിട്ട് ജമാഅത്തെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ മുമ്പിലുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞതനുസരിച്ച് ഇത്രയും വിഷയങ്ങളുണ്ട്. നമുക്കറിയാം എന്തൊക്കെ നടക്കുന്നു. CA ഉൾപ്പെടെയുള്ള താഴേക്ക് നോക്കുകയാണെങ്കിൽ നിരവധി വിഷയങ്ങളുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ ഇവരുമായിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല, അത്തരത്തിലൊരു ഒത്തുതീർപ്പിനുള്ള ലക്ഷ്യമല്ല എന്നായിരുന്നു ജമാഅത്തെ വെളിപ്പെടുത്തിയത്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമി എന്താ, ഏകനായ ദൈവത്തിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഭയപ്പെടാൻ പാടുള്ളൂ, അനുസരിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ ക്ലാസ് എടുക്കാൻ പോയതാ? മാതിരി രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സംഭാഷണം നടത്തുമ്പോൾ അത്തരം കാര്യങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത്. അതൊന്നും ഞങ്ങൾ ലക്ഷ്യമല്ല എന്ന് പറയുമ്പോൾ കൂടുതൽ നിഗൂഢതയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എങ്കിൽ പിന്നെ അവരത് വിശദീകരിക്കണം എന്തിനാ പോയതെന്ന്. പണ്ട് കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ഇവരായിട്ട് സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ തെറ്റിദ്ധാരണ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ കഴിഞ്ഞ സംഭാഷണങ്ങളിലൊന്നും ഫലമായിട്ട് അത്തരത്തിലുള്ള ഒരു അയവ് RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിന് ഒരു തെളിവില്ല. കൂടുതൽ ഭീകരമാവുകയും കൂടുതൽ ദുസ്സഹമാവുകയും ചെയ്യാണ് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ. താങ്കൾ ആ കാര്യം ശ്രീ അബ്ദുള്ള താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് പണ്ടും ഇത് പോയിട്ടുണ്ട്. രാജ്യത്തെ മതസൗഹാർദ്ദം പരിപോഷിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അമീറും അന്ന് BJP നേതാക്കളും ഒക്കെ ആയിട്ട് 93-ൽ പോയിട്ടുണ്ട് ചർച്ചയ്ക്ക്, ഇതിനു മുൻപും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യം കൂടി അവിടെയുണ്ട്. താങ്കൾ ഒന്ന് തുടരാമോ? ശ്രീ KT ജലീൽ വീണ്ടും ചേരുന്നു. ശ്രീ ജലീൽ, ഇത്തരത്തിലാണ് മറ്റൊരു ഒത്തുതീർപ്പും അല്ല മുന്നിലുള്ളത്. രാജ്യം ഭരിക്കുന്ന സർക്കാർ നിയന്ത്രിക്കുന്ന RSS അതുകൊണ്ട് മാത്രമാണ് ചർച്ചയ്ക്ക് തയ്യാറായത് എന്നുള്ള കാര്യം പറയുമ്പോൾ എത്രത്തോളം അത് വിശ്വസിക്കാൻ സാധിക്കും? നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു ചർച്ചയ്ക്ക് വേണ്ടി മാത്രമായിരിക്കുമോ പോയിട്ടുണ്ടാവുക? വരും ദിവസങ്ങളിൽ വലിയ പ്രമുഖരുമൊക്കെയായി ഈ വിഷയത്തിൽ തന്നെ ചർച്ച നടത്തുമെന്നും ജമാഅത്തെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ആ ചർച്ചയെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നില്ല? എന്തൊക്കെയാണ് അവിടെ ചർച്ച നടന്നത്? എന്തൊക്കെ വിഷയമാണ് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതാക്കന്മാര് RSS നേതാക്കന്മാരുടെ മുന്നിൽ വെച്ചത്? അതിനോട് അവരുടെ പ്രതികരണം എന്തായിരുന്നു? RSS നേതാക്കന്മാർ എന്തൊക്കെ കാര്യങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുടെ മുന്നിൽ വെച്ചത്? അതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ കൊടുത്ത ഉത്തരം എന്താണ്? ഇത് അവർ വെളിപ്പെടുത്തണ്ടേ? അവരിത് ഗോപ്യമാക്കി വെക്കുകയാണ്. മാധ്യമത്തിലെ ഒരു വാർത്ത അന്ന് മുസ്ലിം നേതാക്കളുമായിട്ട് RSS നേതാക്കൾ സംസാരിച്ചു എന്ന് പറഞ്ഞ്
രണ്ട് കോളത്തിൽ ഒരു ന്യൂസ് കൊടുത്തു എന്നല്ലാതെ സാധാരണഗതിയിൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നെടുനീളൻ ലേഖനമായിട്ട് മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഖണ്ഡശ പ്രസിദ്ധീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള അവര് സാധാരണ നാട്ടിലൊരു പട്ടി ചത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഇസ്ലാമിക മാനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര്. ആ ജമാഅത്തെ ഇസ്ലാമിക്കാര് നമ്മളുടെ രാജ്യത്തുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ RSSുമായിട്ട് ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്, അവകാശപ്പെടുന്നത്. ഒരുമിച്ച് ഇപ്പൊ BJPയും ഒക്കെ ആയിട്ട് പണ്ടൊരു ക്യാമ്പയിൻ നിർദ്ദേശം ജമാഅത്തെ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നല്ലോ. അതുപോലെ ഈ മഗ്രിബ് BJP ഓഫീസിൽ നിന്ന് നിസ്കരിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതുപോലെ രാജ്യത്തെ മതസൗഹാർദ്ദം പരിപോഷിപ്പിക്കാനുള്ള അടുത്ത നീക്കമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടോ? മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചർച്ച നടത്തിയിട്ട് എന്താ കാര്യം? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുസ്ലിങ്ങളിൽ ഒരു 5% പോലും പ്രാതിനിധ്യം അവകാശപ്പെടാൻ കഴിയാത്ത പാർട്ടിയാണ്. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഒരു 1% അല്ലെങ്കിൽ 2% അവർക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടന മത്സരിക്കുന്നു. മലപ്പുറം പോലെയുള്ള 70-75% മുസ്ലിം ജനസംഖ്യയുള്ള ജില്ലയിൽ പല നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് കിട്ടുന്ന വോട്ട് എത്രയാണ്? 1000 വോട്ട് അല്ലെങ്കിൽ 1500 വോട്ട്, 2000 വോട്ട്. ഇതാണ് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ 1-2% പോലും അവകാശപ്പെടാനില്ലാത്ത പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. സംഘടനയാണ് വെൽഫെയർ പാർട്ടി. അങ്ങനെയുള്ള അവരുമായിട്ട് മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി മുസ്ലിം ജനവിഭാഗം ഏത് സംഘടനകളിലാണോ ഉള്ളത് ആ സംഘടനകളുടെ നേതാക്കന്മാരുമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ഇപ്പൊ നേരത്തെ അബ്ദുള്ള പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കൂടിയായി ഇപ്പൊ RSS ആണ് ഇതിന് മുൻകൈ എടുത്തത് എന്നാണ് ശ്രീ അബ്ദുള്ള നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പം അത്തരത്തിലൊരു അലയൻസ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് എന്താണ് RSS ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരല്ല എന്ന് BJPക്ക് പറയണം. അതിന് ഞങ്ങളിതാ മുസ്ലിം നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനവർക്ക് ചില കടലാസ് സംഘടനകളെയും കടലാസ് നേതാക്കന്മാരെയും വേണം. യഥാർത്ഥത്തിലുള്ള സംഘടനകളെയും യഥാർത്ഥത്തിലുള്ള നേതാക്കന്മാരെയും അല്ല. ഇപ്പോ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായിട്ട് RSS സംസാരിക്കാത്തത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് വേണമെങ്കിൽ ലീഗിനെ കുറിച്ച് പറയാമല്ലോ. എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല? ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സംഘടന എന്ന് പറയുന്നത് സമസ്ത ജമിയത്തുൽ ഉലമയാണ്. അത് EK സമസ്തയായാലും AP സമസ്തയായാലും ഒക്കെ. എന്തുകൊണ്ടാണ് അവരുമായിട്ട് RSS സംസാരത്തിന് മുതിരാത്തത്? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മാത്രം RSS സംസാരിക്കുന്നത് എന്താണ്? ഒന്നുകിൽ 2 ലക്ഷ്യങ്ങളാണ് അതിന്റെ പിന്നിൽ. ഒന്ന്, RSS സ്ഥാപിക്കുകയാണ് RSSനെ പോലെ ഹിന്ദു രാഷ്ട്രവാദം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന സമാന മനസ്കരായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രവാദികൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. ഞങ്ങൾ അവരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുക. അതല്ലെങ്കിൽ ഈ രാജ്യത്തെ വ്യവസ്ഥാപിത മുസ്ലിം സംഘടനകളുമായി എന്തുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മാത്രം എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് അവർ തയ്യാറാകുന്നത്? അത്ഭുതപ്പെടുത്തുന്നത്. താങ്കൾ ഒന്ന് തുടരാമോ? ശ്രീ അബ്ദുള്ള വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ അബ്ദുള്ള, മുസ്ലിങ്ങൾ 2ാം തരം പൗരന്മാരാണെന്ന മോഹൻ ഭാഗവതിന്റെ പരാമർശം, ആൾക്കൂട്ടക്കൊല, വിദ്വേഷ പ്രസംഗം, വംശഹത്യ ഈ വിഷയങ്ങൾ ഉന്നയിക്കണമെന്ന് മുസ്ലിം സംഘടനകൾ തീരുമാനിക്കുകയും ശക്തമായി അത് അവതരിപ്പിച്ചു എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരിഫ് അലിയുടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് അത്തരത്തിലായിരുന്നു. അങ്ങനെയാണോ? അത് നേരിട്ട് RSSനോട് പോയി സംസാരിക്കുകയായിരുന്നോ ജമാഅത്തെ ചെയ്യേണ്ടിയിരുന്നത്? അതൊരിക്കലുമല്ല. ജലീൽ ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒരു മുസ്ലിം സംഘടനയുമായി സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ പരിസ്ഥിതിയിൽ ജമാഅത്തെ ഇസ്ലാമി അതിൽ ഏറ്റവും ഒടുവിൽ വരുമോ? അംഗസംഖ്യ കൊണ്ടും പ്രാതിനിധ്യം കൊണ്ടും. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വമായിട്ടാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ സംസാരം നടക്കുന്നേയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ തെരഞ്ഞുപിടിച്ച് ഇവരോട് സംസാരിക്കുന്നത് ചോദിച്ചാൽ, ഇവര് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ UP തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്, മറ്റു പലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ മുസ്ലിങ്ങളുമായിട്ട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, ശത്രുതയില്ല. കണ്ടില്ലേ, ജമാഅത്ത് മുസ്ലിങ്ങളിലെ ഏറ്റവും വലിയ റാഡിക്കൽ ഗ്രൂപ്പായ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് വരെ
ഞങ്ങൾ സംഭാഷണം നടത്തുന്നുണ്ട്, ഞങ്ങൾ അതിന് തയ്യാറാണ്, ഞങ്ങൾ ആരെയും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന ഒരു പുകപടലം സൃഷ്ടിക്കുക എന്നതിൽ കവിഞ്ഞ് ഇതിന് ഞാൻ വേറെ അർത്ഥം കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ തിരക്കടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോഴുള്ള വളരെ ജനുവനായ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ബുൾഡോസർ കൊണ്ടുവന്ന് ഈ പ്രതിഷേധിക്കുന്നവരെ തകർക്കുക, ആ 370 വകുപ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിന്റെ അതേ മാതൃകയിൽ അവിടുത്തെ ജമ്മു കാശ്മീരിലെ വീടുകൾ മുഴുവൻ അൺഒക്യുപ്പൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നശിപ്പിക്കുക, ഈ വക കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അത് നിങ്ങൾ നിർത്തലാക്കണമെന്ന് ഇവർ പറയുകയോ മറ്റവർ അംഗീകരിക്കുകയോ ചെയ്യാണെങ്കിൽ തിരക്കില്ല. അത് ഫ്രൂട്ട്ഫുൾ ആയ ഒരു ഡിസ്കഷനാണ് വിചാരിക്കുക. അതൊന്നുമില്ലാതെ മറ്റൊരു വിളിച്ചു ചെന്നു, അവര് വാർത്തയിൽ ഇടക്കി, അല്ലെ ഇപ്പൊ അവരങ്ങനെ ഒരു വാർത്തയിലൊന്നും ഒരു തലക്കെട്ട് പിടിച്ചു പറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുള്ള രാഷ്ട്രീയ പാർട്ടി അല്ല ഇപ്പൊ അവര്. അതുകൊണ്ട് ഒരു അവരുടെ ഭാഗത്ത് തന്നെ ഒരു വിശദീകരണം വേണം. അല്ല, ഇതിലെ ചർച്ച എങ്ങനെ നടന്നു എന്നുള്ളതിലും കൃത്യമായിട്ടൊരു കാര്യമില്ല. ഇപ്പൊ ഇവര് പറയുന്നു അടച്ചിട്ട മുറിയിൽ ചർച്ച നടന്നു എന്നൊക്കെയുള്ളത് തെറ്റിദ്ധാരണാജനകമാണ്. ഒരുപാട് സംഘടനകളുടെ ബ്യൂറോക്രാറ്റുകൾ അടക്കം 14 പേർ ഉൾപ്പെട്ട ഒരു ചർച്ചയായിരുന്നു എന്നൊക്കെ ഇവർ വാദിക്കുന്നുണ്ട്. പലതരത്തിലുള്ള വാദങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ ഇവരെന്താണ് ഇവരുടെ ഉദ്ദേശം, ഇല്ലെങ്കിൽ ഇവർ ലക്ഷ്യമിട്ടിരുന്നത്, ഈ ചർച്ചയിൽ നിന്ന് ഇവർക്കുണ്ടാകേണ്ട ലാഭം, ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ്, ഇല്ലെങ്കിൽ ഇവർ പറയുന്നതാണോ ശരിയെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയം വരില്ലേ? നടത്തിട്ട മുറി എന്ന് പറഞ്ഞാൽ 14 സംഘടനകളുണ്ട്. ഞങ്ങൾ ഇത്തരം യോഗം നടത്തുമ്പോൾ മാനേജർ മൈതാനിലെ ഈ മെഗാ ഇത് കെട്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെയാണ് യോഗങ്ങൾ. അതിനെപ്പറ്റി അതിന്റെ ആ സാങ്കേതികത്വത്തിലൊന്നും വിളിച്ചു തൂങ്ങിയല്ല ഇതിനെ വിമർശിക്കുന്നത്. എന്താണ് RSSൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ആ സംഭാഷണത്തിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്? അഥവാ അവരുടെ സംസാരത്തിന്റെ ഈ രണ്ട് കൂട്ടരും ഇരുന്ന് സംസാരിച്ച ഫോർമുല എന്ത്, ഏതിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്, എന്തായിരുന്നു അവരുടെ ചർച്ചാ വിഷയം, ഇതൊന്നും അവർ വെളിപ്പെടുത്താത്തോടത്തോളം കാലം അഭ്യൂഹങ്ങൾക്ക് ധാരാളം പഴുതുകളുണ്ട്. അത് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനി ഭാവിയിൽ അത് പറയാൻ അവസരം കിട്ടും. 2 ഫാസിസ്റ്റ് ശക്തികളും കൈകോർത്തുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് പറയാനൊരു അവസരം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ വ്യക്തമായി പറയണം. ഞങ്ങൾ മോഹം വാക്കതുമായിട്ടോ മറ്റോ കണ്ടു, അവർ ഇന്ന കാര്യങ്ങളൊക്കെ പിന്നെ അവര് അതായത് പള്ളി പൊളിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അതുപോലത്തെ ഈ ബുൾഡോസറുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു പറയാത്തിടത്തോളം കാലം അഭ്യൂഹങ്ങളായി തുടരുക തന്നെ ആയിരിക്കും. ശരി, വളരെ നന്ദി. ശ്രീ അബ്ദുള്ള KT ജലീൽ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.